പാലക്കാട്ടെ 2020-ലും കൂട്ടരാജി ഉണ്ടായിരിക്കുകയാണ്. മുതലമടയിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം 50ഓളം പേരാണ് പാർട്ടി വിട്ടിരിക്കുന്നത്. എൻഡിഎയുടെ ഘടകകക്ഷി ആയതിൽ പ്രതിഷേധിച്ചാണ് ഈ ഒരു രാജി ഉണ്ടായിരിക്കുന്നത്. മുതലമടയിലെ ജനകീയ വികസന മുന്നണി 2020 ലയിച്ചിരുന്നു. അതേസമയം നെന്മാറ, നെല്ലിയാമ്പതി മേഖലകളിലും പ്രവർത്തകർ കൂട്ടത്തോടെ രാജിവെച്ചിട്ടുണ്ട്. ഇവർ ജനകീയ വികസന മുന്നണിയായി പ്രവർത്തിക്കാനാണ് തീരുമാനം. പാലക്കാടാണ് കൂട്ടരാജി ഉണ്ടായിരിക്കുന്നത്. 2020-ൽ കൂട്ടരാജി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു രാജി ഒരു പ്രതികരണം പുറത്തു വരുന്നു. പ്രതികരണത്തിലേക്ക് 2020 പാർട്ടി എൻഡിഎ സഖ്യവുമായി സഖ്യത്തിലേർപ്പെട്ടതായിട്ടുള്ള ന്യൂസ് ചാനലിലൂടെയുള്ള വാർത്ത ഞങ്ങളെ ഞെട്ടിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഞങ്ങൾ JVM നേരത്തെ ലയിച്ചതെങ്കിലും ആ ലയനം ഞങ്ങൾ കമ്മിറ്റി കൂടി നേരത്തെ പറഞ്ഞതുപോലെ കമ്മിറ്റി കൂടി ഗൗരവമായി ചർച്ച ചെയ്തു. ഭാവി ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സ്വതന്ത്രമായി തുടരുന്നതാണ് നല്ലത് എന്ന ഉത്തമ ബോധ്യത്തിൽ ഞങ്ങൾ 2020-യുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് JVM-മായി തന്നെ തുടരാൻ എന്ന് വിളിച്ച് കൂടിയ യോഗത്തിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മുഴുവനും ഒരേ അഭിപ്രായമാണ് ഉയർന്നത്. പാലക്കാടാണ് 2020-ലും കൂട്ടരാജി ഉണ്ടായിരിക്കുന്നത്. മുതലമടയിലാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള 50ഓളം പേര് പാർട്ടി വിട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഘടകകക്ഷി ആയതിൽ പ്രതിഷേധിച്ചാണ് ഈ ഒരു രാജി ഉണ്ടായിരിക്കുന്നത്. മുതലമടയിലെ ജനകീയ വികസന മുന്നണി 2020-ൽ ലയിച്ചിരുന്നു. അതേസമയം നെന്മാറ, നെല്ലിയാമ്പതി മേഖലകളിലും പ്രവർത്തകർ കൂട്ടത്തോടെ രാജിവെച്ചിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. ഇവർ ജനകീയ വികസന മുന്നണിയായി പ്രവർത്തിക്കാനാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത്. പാലക്കാടാണ് ഇത്തരത്തിൽ 2020-ലും കൂട്ടരാജി ഉണ്ടായിരിക്കുന്നത്. എൻഡിഎയുടെ ഘടകകക്ഷി ആയതിൽ പ്രതിഷേധിച്ചാണ് ഈ ഒരു രാജി എന്നതാണ് ലഭിക്കുന്ന വിവരം. മുതലമടയിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമാണ് 50ഓളം പേരാണ് പാർട്ടി വിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നെന്മാറ, നെല്ലിയാമ്പതി മേഖലകളിലും പ്രവർത്തകർ കൂട്ടത്തോടെ രാജിവെച്ചിട്ടുണ്ട്. ഇവർ ജനകീയ വികസന മുന്നണിയായി പ്രവർത്തിക്കാനാണ് തീരുമാനം.